നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, എന്താ മോളെ? ഒരു കാര്യം ശരിയെന്നാ ഞാൻ കഴിയല്ലേ. ശരി. എന്താ ശ്രീദേവി? മുഹൂർത്തം അടുത്ത് വരുമ്പോ നെഞ്ചിനുള്ളിലൊരു പെടച്ചില്ല അച്ഛാ. എന്തിന്? സഞ്ജു എന്തെങ്കിലും ശ്രീദേവിയോട് പറഞ്ഞോ? അത് അച്ഛനോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. എന്താ മോളെ? ആ സമയം കൂടി സമാഗതമാകാൻ പോവുകയാണ്. നിങ്ങൾ അവളെ കാണാൻ പോകുന്നു. അവൾ ആരാണെന്ന് അറിയാൻ പോകുന്നു. വിവാഹവേദിയിൽ അവൾ വരൂ ശാസ്ത്രികളെ. അവൾ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടും. വീണ്ടും ശാസ്ത്രികൾ എന്തിനാ അത് ഓർമ്മപ്പെടുത്തുന്നത്? സഞ്ജു പണ്ട് ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയെന്നല്ലേ നമ്മൾ കരുതിയത്. ഇതങ്ങനെയല്ല അച്ഛ. ഇപ്പോഴും ആ കുട്ടിയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയുണ്ടത്രേ. ഒന്നും അറിയാതെ ശാസ്ത്രികൾ അത് തന്നെ ആവർത്തിക്കോ? താലികെട്ട സമയത്ത് ശാസ്ത്രികൾ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിലുള്ള വിശ്വാസം പോകുന്ന ശാസ്ത്രികൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. സഞ്ജു മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടിയിട്ടുണ്ടെന്ന് ശ്രീദേവി വിശ്വസിക്കുന്നത്. വിശ്വസിക്കാതെ എന്ത് ചെയ്യും അച്ഛ? അവനോടിത് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? ശാസ്ത്രികളുടെ വാക്ക് ഇന്നോളം പിഴച്ചിട്ടില്ല. നമുക്ക് ആകെ സംശയം തോന്നിയത് സഞ്ജു ഒരു വിവാഹം കഴിച്ചെന്ന് ശാസ്ത്രികൾ പറഞ്ഞതാ. അത് ശ്രീകുട്ടിയാണെന്ന് ആശ്വസിക്കാനും നമ്മൾ ശ്രമിച്ചു. പക്ഷേ ശാസ്ത്രികൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ ആ പെൺകുട്ടി ശ്രീകുട്ടിയല്ല. ശ്രീകുട്ടിയുടെ കഴുത്തിൽ നമ്മൾ ആരും താലി കണ്ടിട്ടുമില്ല. കല്യാണം മുടക്കാനാണോ അവൾ വരുന്നത്? അല്ല, നമ്മളെ രക്ഷിക്കാനാണത്രേ. എന്ത് രക്ഷ? അവൾ വന്ന് എങ്ങനെ രക്ഷിക്കുന്നു? അതിന് നമ്മൾ ആപത്തിൽപ്പെട്ട് കിടക്കുകയാണോ ഒരാൾ വന്ന് രക്ഷിക്കാൻ? ഒന്നും എനിക്കറിയില്ല അച്ഛ. ശാസ്ത്രികൾക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നേ എനിക്ക് പറയാൻ കഴിയൂ. അദ്ദേഹം ദൈവജ്ഞനൊക്കെ തന്നെയാ. പക്ഷേ സഞ്ജു ശ്രീകുട്ടിയെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രികൾക്ക് പറ്റിയ തെറ്റ് തന്നെയാ. മുഹൂർത്തത്തിന് അത് സമയമില്ല. അത് കഴിയുമ്പോൾ ശാസ്ത്രികൾക്ക് സ്വയം തെറ്റ് മനസ്സിലാകും. ശ്രീദേവി സമാധാനത്തോടെ ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.